ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളെക്കാൾ കൂടുതൽ പേർക്കും ഇഷ്ടം ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളാണല്ലേ. ഇന്ന് നമ്മൾ പുട്ടുപൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗീ മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടും റോസ്റ്റ് ആയി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഈ തേങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഴം ഈ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഈ പഴം ഒന്ന് വെന്ത് കിട്ടും. പഴം നല്ലപോലെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. പഴം ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഈ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇപ്പൊ പഴം നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയുടെ കൂട്ടില്ലേ, അത് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ല, ആ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി വരാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 3 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഒരുക്കിയെടുക്കുക. ഇപ്പൊ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതുകൊണ്ട് നമ്മുടെ സ്നാക്സിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ സ്നാക്സിനുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പുട്ടുപൊടിയല്ലേ, ഇതൊന്ന് കുതിർന്ന് കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. 5 മിനിറ്റ് ആയപ്പോഴേക്കും പുട്ടുപൊടി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ പൊടി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമുക്ക് ഈ ബാറ്റർ കിട്ടാനായിട്ട്. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു വാഴയില റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇലയിലും കേക്ക് ടിന്നിന്റെ സൈഡിലൊക്കെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്നാക്സ് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ കേക്ക് ടിന്നിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്ററിൽ നിന്നും പകുതി ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
നമ്മൾ ആദ്യം ഇതൊരു മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിന്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ കേക്ക് ടിന് ഒരു ഇഡ്ഡലി തട്ടിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. 1 മിനിറ്റിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുള്ളൂ കേട്ടോ, നടുഭാഗം അത്രക്ക് അങ്ങോട്ട് കുക്കായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. സൈഡ് അവിടെ കുറച്ചൊന്ന് ഒഴിച്ചിട്ടാലേ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് കവറായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ കുറച്ചൊന്ന് വിട്ട് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഫില്ലിങ്ങിന്റെ മുകളിൽ നമ്മുടെ ബാക്കിയുള്ള ബാറ്ററി ഇതുപോലെ ചുറ്റിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങോട്ട് കവറായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഡ്ഡലി ചെമ്പ് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 25 മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക. 25 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ വാഴയിലൊന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സ് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. കുക്കായിട്ടില്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പൊ നല്ലപോലെ കുക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഈ ഇഡ്ഡലി ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഡീമൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സ്നാക്സ് നല്ലപോലെ ചൂടാറിയിട്ട് ഈ കേക്ക് ടിന്നിന്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ പുട്ടുപൊടി കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ പുട്ടുപൊടി കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിന്റെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.